Hi friends, welcome back to Delicious. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്. നമ്മുടെ ഈദിൻ്റെ ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 1.2 ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞളും 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഒരു അരമണിക്കൂർ മസാല പിടിക്കാനായി മാറ്റി വെക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 15 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു ഇഞ്ചിയും കൂടി നമ്മൾ ചതച്ചെടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു 1/2 കപ്പ് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മളെ ചിക്കൻ്റെ ഉൾഭാഗങ്ങളെല്ലാം നന്നായി ഒന്ന് വെന്ത് കിട്ടുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ മറക്കാതെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ തന്നെ ബാക്കി ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് നമ്മൾ മസാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു 1/2 കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ഒരു 10 പച്ചമുളക് ചതച്ചും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം അതിലേക്ക് 3 മീഡിയം സൈസ് ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഓയിൽ കുറവാണ്, അതിലേക്കൊരു 1/8 കപ്പ് ഓഫ് ഓയിലും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ബ്രൗൺ ആകുന്ന വരെ വഴറ്റിയെടുക്കാം. നല്ല ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് നന്നായി ഒന്ന് അടിഞ്ഞു വരുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ തക്കാളിയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മസാല ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 4 കറാമ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഞാനിവിടെ 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചായി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. വെള്ളം വറ്റിപ്പോയാൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. അധികം വെള്ളം വറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് വെള്ളം വറ്റിയാൽ അതിലേക്ക് കുറച്ച് മല്ലിയില, 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇവിടെ കുറച്ച് ഡ്രൈ ആയി പോയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അടച്ച് വെച്ച് ഇനി നമുക്ക് ചോറുണ്ടാക്കാം. ചോറുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 1/4 കപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം പട്ടയും 2-3 കറാമ്പും ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇവിടെ 3 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നന്നായി ഒന്ന് വറുത്തെടുക്കാം. അതിൽ അളന്ന അതേ കപ്പിലെ ഒരു 4.5 കപ്പ് വെള്ളം കുറച്ച് ഉപ്പ് ചേർത്ത് ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ചൂടുവെള്ളം നമ്മൾ വറുത്തരിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ കുക്കായി വന്നിട്ടുണ്ട്. അധികം വെള്ളം വറ്റാൻ കാത്ത് വെക്കണ്ട. അതിൽ 2-3 ടേബിൾ സ്പൂണോളം ഗീയും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് മസാലയായിട്ട് ഇത് മിക്സാക്കി കൊടുക്കാം. കുറച്ചായിട്ട് ചോറ് മസാലയിലിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മസാലയായിട്ട് മിക്സാക്കി കൊടുക്കുക. നന്നായി മിക്സായി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചൂടുള്ള ചപ്പാത്തി കല്ലുമ്മൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തെടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനെ കൂടെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.